ഹലോ സെൻട്രലോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീട് നമ്മുടെ ട്രിവാൻഡ്രം കനാകുന്നിൽ വെച്ച് നടക്കുന്ന വുമൺ ഫെസ്റ്റ് 2026 അവിടുത്തെ കാഴ്ചകളാണ്. നമ്മളിവിടെ വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇതേപോലെ കൗണ്ടർ കാണാം. ഇതിൻ്റെ അകത്ത് കയറാനായിട്ടുള്ള എൻട്രി പാസിനാണ്, ഫ്രീ എൻട്രി ആണ്, അതുകൊണ്ട് ടിക്കറ്റും കാര്യങ്ങളൊന്നും എടുക്കേണ്ടതില്ല. ഈ വുമൺ ഫെസ്റ്റിവൽ വന്നിട്ട് ഫെബ്രുവരി 3 മുതൽ ഫെബ്രുവരി 9 വരെ നമ്മൾ ട്രിവാൻഡ്രം കനാകുന്നിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതേപോലെ രാജസ്ഥാനി നൃത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് രാവിലെ ടൈമിൽ കുറേ സെമിനാർസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും, പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും രാവിലെ സ്റ്റാൾസൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ ഈവനിങ് ആകുമ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കും. ഇതേപോലെ നമുക്ക് ഇഷ്ടം പോലെ ഈ വുമൺസ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്റ്റാൾസും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ, സാരീസ്, അങ്ങനെ ഇഷ്ടം പോലെ ഏതാണ്ട് 130ഓളം സ്റ്റാൾസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാവരും വുമൺസിൻ്റെ ഒരു നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഫുഡ് കോർട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാവുന്നതാണ്. പിന്നെ ഈവനിങ് ടൈമിൽ ഓരോ ദിവസവും ഓരോ കലാപരിപാടികളും നമ്മുടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. 4 തീയതി ആണെങ്കിൽ നമ്മുടെ റിമി ടോമിയുടെ ഒരു മ്യൂസിക് കോൺസേർട്ടും, പിന്നെ 5 തീയതി ആണെങ്കിൽ അഞ്ജു ജോസഫിൻ്റെ ഒരു മ്യൂസിക് കോൺസേർട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ കനാകുന്നിൽ വന്ന് ഇതൊക്കെ കണ്ട് എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം കുറച്ചുകൂടി പോകുമ്പോൾ നമുക്ക് ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഇവിടെ ധാരാളം ഫുഡ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വനസുന്ദരിയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ ട്രിവാൻഡ്രം കനാകുന്നിലെ വുമൺസ് ഫെസ്റ്റിവൽ 2026 പ്രധാന കാഴ്ചകൾ. അപ്പം എല്ലാവരും കനാകുന്നൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.